സ്റ്റുഡൻസ്, മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഹൗ ടു മാനേജ് റിസ്ക് നമ്മൾ പഠിച്ചു. ലൈഫ് സ്കിൽസ് പഠിച്ചു. ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ പഠിച്ചു. ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിച്ചു. ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് പഠിച്ചു. ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ ബിസിനസ് പഠിച്ചു. Challenges of an entrepreneur, limitation faced by women entrepreneur, qualities of an entrepreneur, entrepreneurial competency. ഇത്രയാണ് നമ്മൾ റിവൈസ് ചെയ്തത്. ഓരോ ക്വസ്റ്റ്യനും പറഞ്ഞ് അതിൻ്റെ ആൻസർ എത്ര പോയിൻ്റ് വീതം കിട്ടുന്നുണ്ട് എന്ന് നോക്കുക. ഇനി ഏതെങ്കിലും വിട്ടു പോകുന്നുണ്ട് എങ്കിൽ അത് പിന്നെയും പഠിക്കുക. ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം, നമുക്ക് ക്വസ്റ്റ്യൻസ് മാറിപ്പോവാനുള്ള അവസരം ഉണ്ടാവുകയില്ല. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും പെട്ടെന്ന് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസും ചെയ്യണം. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇ ഫയലിങ്ങും ഇ ലൈസൻസിങ്ങും. ദി പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ടാക്സ് റിട്ടേൺ ഓവർ ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് ഇ ഫയലിംഗ് ബൈ യൂസിങ് ടാക്സ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ അപ്രൂവഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റീസ്. എഴുതാൻ സാധിക്കുന്നവർ അത്ര എഴുതുക. The process of submitting tax return over internet is called e-filing. ഇൻകം ടാക്സ് റിട്ടേൺ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുന്നതിനെയാണ് ഇ ഫയലിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഇ ഫയലിംഗ് പഠിക്കാം. ദി ടാക്സ് പെയർ ക്യാൻ ഫയൽ ടാക്സ് റിട്ടേൺ ഫ്രം ഹോം. ദി ടാക്സ് പെയർ ക്യാൻ ഫയൽ ടാക്സ് റിട്ടേൺ ഫ്രം ഹോം. രണ്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ പേപ്പർ റിട്ടേൺ. ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ പേപ്പർ റിട്ടേൺ. 3, ഫാസ്റ്റർ ടാക്സ് റീഫണ്ട്. ഫാസ്റ്റർ ടാക്സ് റീഫണ്ട്. 4, സേവ് ടാക്സ് ഏജൻസീസ് ടൈം ആൻഡ് മണി. സേവ് ടാക്സ് ഏജൻസീസ് ടൈം ആൻഡ് മണി. ഒന്നുകൂടി നോക്കാം. ദി ടാക്സ് പെയർ ക്യാൻ ഫയൽ ടാക്സ് റിട്ടേൺ ഫ്രം ഹോം. ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ പേപ്പർ റിട്ടേൺ. ഫാസ്റ്റർ ടാക്സ് റീഫണ്ട്. സേവ് ടാക്സ് ഏജൻസീസ് ടൈം ആൻഡ് മണി. അടുത്തതാണ് ഇ ലൈസൻസിങ്. E-licensing enable the entrepreneur to take renew license electronically. E-licensing enable the entrepreneur to take and renew license electronically. ഒരു സംരംഭകന് ലൈസൻസ് എടുക്കുകയും പുതുക്കുകയും ഓൺലൈൻ വഴി ചെയ്യുന്നതിനെയാണ് ഈ ലൈസൻസിങ് എന്ന് പറയുന്നത്. ഈ ലൈസൻസിങ് enable the entrepreneur to take and renew license electronically. 1 വേർഡായിട്ട് 4 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇ ഫയലിങ്ങും ഇ ലൈസൻസിങ്ങും. ദി പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ടാക്സ് റിട്ടേൺ ഓവർ ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് ഇ ഫയലിംഗ്. ഇ ലൈസൻസിങ് എനേബിൾ ദ ഓൺട്രപ്രണർ ടു ടേക്ക് ആൻഡ് റിന്യൂ ലൈസൻസ് ഇലക്ട്രോണിക്കലി. ബെനിഫിറ്റ് ഓഫ് ഇ ഫയലിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടാക്സ് പെയർ ക്യാൻ ഫയൽ ടാക്സ് റിട്ടേൺ ഫ്രം ഹോം. ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ പേപ്പർ റിട്ടേൺ. ഫാസ്റ്റർ ടാക്സ് റീഫണ്ട്. സേവ് ടാക്സ് ഏജൻസീസ് ടൈം ആൻഡ് മണി. 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് നോക്കാം. അൻ ഓൺട്രപ്രണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ. സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഓൺട്രപ്രണർ. ആൻ ഓൺട്രപ്രണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ. അൻ ഓൺട്രപ്രണർ ഹിംസെൽഫ് റൈസ് ദി ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മൂലധനം കണ്ടെത്തുന്നത് ഓൺട്രപ്രണറാണ്. അൻ ഓൺട്രപ്രണർ ബിയർ ദി റിസ്ക് ഓഫ് ഹിസ് എൻ്റർപ്രൈസ്. സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും റിസ്ക് ഏറ്റെടുക്കുന്നു. ഓൺട്രപ്രണർ ഓപ്പറേറ്റ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ അകത്തും പുറത്തും വർക്ക് ചെയ്യുന്നു. ഒന്നുകൂടി നോക്കാം. ദി ഓൺട്രപ്രണർ ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ. അൻ ഓൺട്രപ്രണർ ഹിംസെൽഫ് റൈസ് ദി ക്യാപിറ്റൽ. അൻ ഓൺട്രപ്രണർ ബിയർ ദി റിസ്ക് ഓഫ് ഹിസ് എൻ്റർപ്രൈസ്. ഓൺട്രപ്രണർ ഓപ്പറേറ്റ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഇനി ഇൻട്രാപ്രണർ നോക്കുകയാണെങ്കിൽ ഇൻട്രാപ്രണർ വർക്ക് അണ്ടർ ആൻ ഓൺട്രപ്രണർ. ഇൻട്രാപ്രണർ വർക്ക് അണ്ടർ ആൻ ഓൺട്രപ്രണർ. ഫണ്ട്സ് ആർ നോട്ട് റേസ്ഡ് ബൈ ഇൻട്രാപ്രണർ. ഫണ്ട്സ് ആർ നോട്ട് റേസ്ഡ് ബൈ ഇൻട്രാപ്രണർ. മൂലധനം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സംരംഭകൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൺട്രപ്രണർ ഡസ് നോട്ട് ഫുള്ളി ബിയർ ദി റിസ്ക്. ഇൻട്രാപ്രണർ ഡസ് നോട്ട് ഫുള്ളി ബിയർ ദി റിസ്ക്. പൂർണ്ണമായിട്ടും റിസ്ക് ഏറ്റെടുക്കുന്നില്ല. ഇൻട്രാപ്രണർ ഓപ്പറേറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഓൺട്രപ്രണർ ഇൻസൈഡും ഔട്ട്സൈഡും വർക്ക് ചെയ്യുന്നു. എന്നാൽ ഇൻട്രാപ്രണർ ബിസിനസ്സിനകത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്.
ഒന്നുകൂടി നോക്കാം. ഇൻട്രാപ്രണർ വർക്ക് അണ്ടർ ആൻ ഓൺട്രപ്രണർ. ഫണ്ട്സ് ആർ നോട്ട് റൈസ്ഡ് ബൈ ഇൻട്രാപ്രണർ. ഇൻട്രാപ്രണർ ഡസ് നോട്ട് ഫുള്ളി ബിയർ ദി റിസ്ക്. ഇൻട്രാപ്രണർ ഓപ്പറേറ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. മോട്ടിവേഷൻ തിയറീസ് പ്രധാനപ്പെട്ടതാണ്. അത് തിയറിയുടെ പേരും അത് ആരുടെ തിയറിയാണെന്നും വൺ വേർഡായിട്ട് ചോദിക്കാം. അതുപോലെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. പ്രോസസ് ഓഫ് മോട്ടിവേഷൻ ചോദിക്കാം. തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് മോട്ടിവേഷൻ തിയറീസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എബ്രാഹം മാസ്ലോയുടെയാണ്. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് തിയറി MC ക്ലെനൻറ്റ് അല്ലെങ്കിൽ മെക് ക്ലെനൻറ്റ് എന്നും വിളിക്കുന്നു. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയും നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് തിയറിയും മറക്കരുത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എബ്രാഹം മാസ്ലോ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് തിയറി മെക് ക്ലെനൻറ്റ്. ഇനി പ്രോസസ് ഓഫ് മോട്ടിവേഷൻ നോക്കാം. ഈ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്. അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്. സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് വിശക്കുന്നുണ്ട് എന്ന് കരുതുക. അൺസാറ്റിസ്ഫൈഡ് നീഡെന്ന് പറഞ്ഞാൽ ഭക്ഷണമായിരിക്കും. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത നീഡാണ്. അതാണ് അൺസാറ്റിസ്ഫൈഡ് നീഡ്. വിശന്നാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമുക്ക് പഠിക്കുന്ന കാരണത്തിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല, ടെൻഷൻ ഉണ്ടാവും. ഇത് നമ്മളെ ഡ്രൈവ് ചെയ്യും. ഈ ഒരു വിശപ്പാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി അടുക്കളയിൽ പോയി ഒന്ന് സെർച്ച് ചെയ്യാൻ, ഒന്നിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കാനായിട്ട് നമ്മുടെ ബിഹേവിയർ റെഡിയാവുന്നു. അടുത്തത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്. അങ്ങനെ എടുത്ത് കഴിച്ച് നമുക്ക് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതോടെ ആ ടെൻഷനൊക്കെ മാറുന്നു. റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ഇനി ഒന്ന് പഠിച്ചേ. അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്. അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്. സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്. സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ഒരു ഡിഫറൻസ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഓൺട്രപ്രണേറിയൽ വാല്യൂവും ഓൺട്രപ്രണേറിയൽ ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസാണ്. വാല്യൂസ് ആദ്യം നോക്കാം. ഓൺട്രപ്രണേറിയൽ വാല്യൂസ് മൂല്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാല്യൂസ് അബ്സ്ട്രാക്റ്റ് ഐഡിയൽസ് വിച്ച് ഷേപ്പ് ദ തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓൺട്രപ്രണർ. ഓൺട്രപ്രണേറിയൽ വാല്യൂ മീൻസ് അബ്സ്ട്രാക്റ്റ് ഐഡിയൽ വിച്ച് ഷേപ്പ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓൺട്രപ്രണർ. പ്രവൃത്തിയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ആശയങ്ങളാണ് ഓൺട്രപ്രണേറിയൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജനറിക് ആസ്പെക്റ്റ്. ഓർക്കുക, വാല്യൂ ജനറിക് ആസ്പെക്റ്റാണ്. ജനറലായിട്ടാണ് വാല്യൂ നമുക്ക് പറയുക. എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അതിൽ മനോഭാവവും പെരുമാറ്റവും ഒക്കെ ഉണ്ടാവും. വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. വാല്യൂവിൽ യാതൊരു മാറ്റവും വരുന്നില്ല. സത്യസന്ധത എന്നുള്ള വാല്യൂ എല്ലാ കാലത്തും അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഉദാഹരണ സഹിതം പഠിക്കുക. അബ്സ്ട്രാക്റ്റ് ഐഡിയൽ. ഓൺട്രപ്രണേറിയൽ വാല്യൂ അബ്സ്ട്രാക്റ്റ് ഐഡിയൽ വിച്ച് ഷേപ്പ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓൺട്രപ്രണർ. ഇറ്റ് ഈസ് എ ജനറിക് ആസ്പെക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. ഓൺട്രപ്രണേറിയൽ ആറ്റിറ്റ്യൂഡ് നോക്കാം. വൺസ് ഫീൽ എബൌട്ട് സംതിങ്. വൺ ഫീൽസ് എബൌട്ട് സംതിങ് ആണ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. സ്പെസിഫിക് ആസ്പെക്റ്റ്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ആസ്പെക്റ്റ്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് റിമെയിൻ ആറ്റിറ്റ്യൂഡ് ഒള്ളി. ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് മേ സബ്ജക്റ്റ് ടു ചേഞ്ച്. ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആറ്റിറ്റ്യൂഡ് മാറിയെന്ന് വരാം. ഒന്നുകൂടി നോക്കാം. ഓൺട്രപ്രണേറിയൽ വാല്യൂ അബ്സ്ട്രാക്റ്റ് ഐഡിയൽ വിച്ച് ഷേപ്പ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓൺട്രപ്രണർ. ഇറ്റ് ഈസ് എ ജനറിക് ആസ്പെക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. ഓൺട്രപ്രണേറിയൽ ആറ്റിറ്റ്യൂഡ്. വൺസ് ഫീൽസ് അബൌട്ട് സംതിങ്. സ്പെസിഫിക് ആസ്പെക്റ്റ്. ഇറ്റ് റിമെയിൻ ആറ്റിറ്റ്യൂഡ് ഒള്ളി. ഇറ്റ് മേ സബ്ജക്റ്റ് ടു ചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. മാർക്കറ്റ് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി. ഏതൊക്കെയാണ്? മാർക്കറ്റ് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഓർഗനൈസേഷണൽ
ഫീസിബിലിറ്റി ഒരിക്കൽ കൂടി പറയുമ്പോൾ പഠിക്കും. മാർക്കറ്റ് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി. ഇനി നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓൺട്രപ്രണർ. ടുവേർഡ്സ് കൺസ്യൂമർ, പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആഫ്റ്റർ സെയിൽ സർവീസ്, അവോയ്ഡ് ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്. കൺസ്യൂമറിനോടുള്ള ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? ഗുണമേന്മയുള്ള സാധനം കൊടുക്കുക, വിൽപ്പനാനന്തര സേവനം നൽകുക, അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കുക. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആഫ്റ്റർ സെയിൽ സർവീസ്, അവോയ്ഡ് ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ്. ടുവേർഡ്സ് എംപ്ലോയി, ഫെയർ വേജ്, ഓഫർ ജോബ് സെക്യൂരിറ്റി, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ന്യായമായ വേതനം നൽകുക, തൊഴിലിലെ സുരക്ഷിതത്വം നൽകുക, നല്ല പ്രവർത്തന സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഫെയർ വേജ്, ഓഫർ ജോബ് സെക്യൂരിറ്റി, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ടുവേർഡ്സ് കമ്മ്യൂണിറ്റി, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, പ്രിവെൻറ്റ് പൊല്യൂഷൻ, പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, പ്രിവെൻറ്റ് പൊല്യൂഷൻ, പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് ഒരു സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ. തൊഴിൽ അവസരം സൃഷ്ടിക്കുക, മലിനീകരണം തടയുക, പരിസ്ഥിതി സംരക്ഷിക്കുക. രണ്ട് വീഡിയോയിലും കണ്ട ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാനായിട്ട് പോവുകയാണ്. പൂർണ്ണമായിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞവർ അടുത്ത വീഡിയോയിലേക്ക് പൊക്കോളുക. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ പോയിൻ്റ് വിട്ടു പോകുന്നുണ്ട് എങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കാണുക. നമുക്ക് നോക്കാം. ഹൗ ടു മാനേജ് റിസ്ക് നമ്മൾ പഠിച്ചു. അക്സെപ്റ്റ് ഇറ്റ്, റെഡ്യൂസ് ഇറ്റ്, ട്രാൻസ്ഫർ ഇറ്റ്, എലിമിനേറ്റ് ഇറ്റ്. ലൈഫ് സ്കിൽസ് പഠിച്ചു. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് അവെയർനെസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. പാഷൻ ഫോർ ബിസിനസ്, ഫ്ലെക്സിബിൾ, ടൈംലി ഡിസിഷൻ, ഈഗോ അണ്ടർ കൺട്രോൾ, അക്സെപ്റ്റ് ക്രിറ്റിസിസം. പിന്നെ പഠിച്ചത് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പ്രിപ്പയർ വെൽ, തിങ്ക് ബിഫോർ സ്പീക്ക്, യൂസ് റൈറ്റ് വേർഡ്സ്, യൂസ് ഷോർട്ട് സെൻറ്റൻസ്, യൂസ് അപ്രോപ്രിയേറ്റ് വോളിയം, സ്പീക്ക് സ്ലോലി. ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് പഠിച്ചു. ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻഎക്സ്പെൻസീവ് വർക്ക് പ്ലേസ്, ഷെയർ ഓപ്പറേഷണൽ കോസ്റ്റ്, സീഡ് ഫണ്ടിങ്, അക്കൗണ്ടിങ് സർവീസ്, മാർക്കറ്റ് എക്സ്പെർട്ടൈസ്. ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ ബിസിനസ് പഠിച്ചു. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് സെയിൽ, ബിൽഡ് റിലേഷൻഷിപ്പ്, ഇൻക്രീസ് ബ്രാൻഡ് അവെയർനെസ്, കസ്റ്റമർ ഫീഡ്ബാക്ക്, ഫൈൻഡ് വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ്. ചലഞ്ചസ് ഓഫ് ആൻ ഓൺട്രപ്രണറോ, നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, നോൺ അവൈലബിലിറ്റി ഓഫ് ലേബർ, ഫിയർ ഓഫ് റിസ്ക്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോളജ്. ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണർ പഠിച്ചു. ഡിഫിക്കൽറ്റി ഫോർ റൈസിംഗ് ഫണ്ട്, ലിമിറ്റഡ് മൊബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ബാരിയർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലോ റിസ്ക് ബെയറിംഗ് എബിലിറ്റി, ലോ ഡിസയർ ഫോർ അച്ചീവ്മെൻറ്റ്, ഫിയർ ഓഫ് ഫെയിലിയർ. ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ പഠിച്ചു. ഹാർഡ് വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി, കൺസേൺ ഫോർ ക്വാളിറ്റി, ഒപ്റ്റിമിസ്റ്റിക്, ഫോർസൈറ്റ്. ഓൺട്രപ്രണീറിയൽ കോമ്പിറ്റൻസീസ് ഏതൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ് കോമ്പിറ്റൻസി, പ്രോബ്ലം സോൾവിങ് കോമ്പിറ്റൻസി, റിസ്ക് ബിയറിംഗ് കോമ്പിറ്റൻസി, ലീഡർഷിപ്പ് കോമ്പിറ്റൻസി, കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി, കോമ്പിറ്റൻസി ഇൻ ഡീൽസ് വിത്ത് കസ്റ്റമർ, കോമ്പിറ്റൻസി ഇൻ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി ഈ വീഡിയോയിൽ പഠിച്ചതൊന്നുകൂടി നോക്കാം. ഇ ഫയലിംഗ്, ഇ ലൈസൻസിങ്ങും പഠിച്ചു. ദി പ്രോസസ് ഓഫ് സബ്മിറ്റിംഗ് ടാക്സ് റിട്ടേൺ ഓവർ ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് ഇ ഫയലിംഗ്. ഇ ലൈസൻസിങ് എനേബിൾ ദി ഓൺട്രപ്രണർ ടു ടേക്ക് ആൻഡ് റിന്യൂ ലൈസൻസ് ഇലക്ട്രോണിക്കലി. ബെനിഫിറ്റ് ഓഫ് ഇ ഫയലിംഗ് പഠിച്ചു. ദി ടാക്സ് പേയർ ക്യാൻ ഫയൽ ടാക്സ് റിട്ടേൺ ഫ്രം ഹോം. ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ പേപ്പർ റിട്ടേൺ. ഫാസ്റ്റർ ടാക്സ് റീഫണ്ട്, സേവ് ടാക്സ് ഏജൻസീസ് ടൈം ആൻഡ് മണി. ഓൺട്രപ്രണറും ഇൻട്രപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ആൻ ഓൺട്രപ്രണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ. ആൻ ഓൺട്രപ്രണർ ഹിംസെൽഫ് റൈസ് ദി ക്യാപിറ്റൽ. Entrepreneur bear the risk of his enterprise. Entrepreneur operate both inside and outside the organization. Intrapreneur work under an entrepreneur. Funds are not raised by intrapreneur. Intrapreneur does not fully bear the risk. Intrapreneur operate within the organization. Motivation theories: Maslow's need hierarchy theory, Abraham Maslow. Need for achievement theory, McClelland. Process of motivation ആണെങ്കിലോ അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്,
സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ഓൺട്രപ്രണേറിയൽ വാല്യൂവും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അബ്സ്ട്രാക്റ്റ് ഐഡിയൽ വിച്ച് ഷേപ്പ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓൺട്രപ്രണർ. ജനറിക് ആസ്പെക്ട് ഇറ്റ് ഇൻക്ലൂഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. ഓൺട്രപ്രണേറിയൽ ആറ്റിറ്റ്യൂഡോ വൺസ് ഫീൽ അബൌട്ട് സംതിങ് സ്പെസിഫിക് ആസ്പെക്ട് to remain attitude only, it may subject to change. Types of feasibility study പഠിച്ചു. മാർക്കറ്റ് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഓർഗനൈസേഷണൽ ഫീസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓൺട്രപ്രണറോ ടുവേഡ്സ് കൺസ്യൂമർ, പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്, ആഫ്റ്റർ സെയിൽ സർവീസ്, അവോയ്ഡ് ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്. ടുവേഡ്സ് എംപ്ലോയിയോ ഫെയർ വേജ്, ഓഫർ ജോബ് സെക്യൂരിറ്റി, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ടുവേഡ്സ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, പ്രിവെൻറ്റ് പൊല്യൂഷൻ, പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. ആവർത്തിച്ച് കണ്ട് പഠിക്കുക. കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക.